നിയമസഭാ തെരഞ്ഞെടുപ്പിന് കച്ചകെട്ടാനൊരുങ്ങി മുന്നണികൾ. തൃശൂർ ഗുരുവായൂരിൽ സീറ്റ് വെച്ചുമാറ്റം എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ജില്ലാ നേതൃത്വം വഴങ്ങും. കെ മുരളീധരനും ടി.എൻ. പ്രതാപനും മണ്ഡലത്തിൽ പല ഘട്ടങ്ങളിലായി പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബേപ്പൂരിൽ പി.വി. അൻവറിനായി മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകം ആവശ്യമുയർത്തിയിട്ടുണ്ട്. അതിനിടെ യു.ഡി.എഫ് മുന്നണിയിൽ എടുക്കാൻ തീരുമാനിച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാട് മുന്നണി വിപുലീകരണത്തിന് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. കാമരാജ് കോൺഗ്രസ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് പരാതിയും അറിയിച്ചിട്ടുണ്ട്. സിപിഎമ്മിനെ രൂക്ഷമായി വിമർശിച്ച INL-ന്റെ പ്രതികരണത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ അതൃപ്തിയുണ്ട്. റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റഹീസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു മുന്നണികൾ, 3 മുന്നണികളും. ഇതിപ്പോൾ തൃശൂർ ഗുരുവായൂർ സീറ്റ് വെച്ചുമാറ്റമെന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ജില്ലാ നേതൃത്വം വഴങ്ങുമോ? എന്താണ് വിവരങ്ങൾ? ഹരിപ്രിയ, സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതിന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പായും വഴങ്ങേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറെ കാലമായി മുസ്ലിം ലീഗ് ഗുരുവായൂർ സീറ്റിൽ പരാജയപ്പെടുകയാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഗുരുവായൂരിൽ ലീഗിനകത്ത് കുറച്ച് സെക്കുലർ നിലപാടെടുക്കുന്ന, ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കുന്ന KN ഖദറിനെ പോലുള്ള ഒരാളെ നിർത്തിയിട്ട് പോലും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത പകരം പാലക്കാട്ടെ പട്ടാമ്പി വാങ്ങുക എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചനയിലുള്ളത്. അതിന് കോൺഗ്രസ് കൂടി തയ്യാറാവുകയാണെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്യും. ടി.എൻ. പ്രതാപനായിരിക്കും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥി. മുമ്പ് കെ മുരളീധരൻ അവിടെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. മറ്റൊന്ന്, പി.വി. അൻവർ UDF-ൽ അസോസിയേറ്റ് അംഗമായി വന്നതിന് പിന്നാലെ അൻവർ ഏത് സീറ്റിൽ മത്സരിക്കും എന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ബേപ്പൂർ സീറ്റിൽ മത്സരിക്കുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തവനൂരും അൻവറിന്റെ പരിഗണനയിലുള്ള ഒരു സീറ്റാണ്. തിരുവമ്പാടിയും അൻവർ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റായി പറയപ്പെടുന്നു. അതിൽ ഇപ്പോൾ പറയപ്പെടുന്ന സീറ്റുകൾ, തിരുവമ്പാടി ഒഴികെയുള്ള സീറ്റുകൾ കോൺഗ്രസിന്റെ സീറ്റാണ്. അത് ആരാണ് അൻവറിന് സീറ്റ് വിട്ടുകൊടുക്കുക എന്നതനുസരിച്ചായിരിക്കും അതിൽ തീരുമാനമുണ്ടാവുക. മറ്റൊന്ന്, UDF-ന്റെ മുന്നണി വിപുലീകരണത്തിൽ കല്ലുകടിയായത് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിനെ UDF-ന്റെ അസോസിയേറ്റ് അംഗമായി എടുത്ത തീരുമാനമാണ്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് NDA-യുമായി BJP-യുമായി പ്രശ്നമുണ്ട് എന്ന് പറയുകയും 6 സീറ്റ് BJP-യോട് നിയമസഭയിലേക്ക് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സ്വാഭാവികമായും UDF-ലേക്ക് ഇനി തിരിച്ച് കാമരാജ് കോൺഗ്രസിന് പോകാൻ സാധിക്കില്ല. NDA അധിക സീറ്റുകൾ നൽകുകയുമില്ല. അപ്പോൾ എന്തായിരിക്കും അവരുടെ തുടർ നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വലിയ രാഷ്ട്രീയ അടിത്തറയോ അല്ലെങ്കിൽ അണികളോ ഒന്നും അധികമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല കാമരാജ് കോൺഗ്രസ്. നെയ്യാറ്റിൻകര പാറശാല ഭാഗത്തൊക്കെയാണ് അവർക്ക് കുറച്ച് പ്രവർത്തകരുള്ളത്. അതുകൊണ്ട് അവർ ഇനി എന്ത് തീരുമാനം എടുക്കും എന്നതും അറിയേണ്ടതുണ്ട്. ഹരിപ്രിയ, ശരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുകയാണ് 3 മുന്നണികളും. വിവരങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്.